അപ്പൊ എന്തായി എന്താ സ്ഥിതിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തറവാട്ടിലൊരു മരണം ഉണ്ടായിട്ട് 3 മൂപ്പരില്ല. ഇതാപ്പ സ്ഥിതിങ്ങളെ പുയ്യാപ്പിന്റെ സ്ഥിതി. അൽഹംദുലില്ലാഹ് പറയൂ കൂട്ടരെ, ഞാൻ അതിലില്ലെന്ന് പറയൂ. നമ്മളെപ്പറ്റി കുത്തുവാക്കുകൾ പറയട്ടെ. അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞതിന്റെ പേരിൽ, ഇത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടു. ഏതുവരെ? മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കക്കാർക്കുണ്ടായിരുന്ന ഏക പരാതി ഫറഖ ഖുറൈശ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഖുറൈശികളെ ഭിന്നിപ്പിച്ചു. ഞങ്ങള് ലാത്തിന്റെ ഉസ്സന്റെ മനാത്തിന്റെ ഇബ്രാഹിമിന്റെ നേർച്ചയും വഴിപാടൊക്കെ ഉഷാറായി. അപ്പൊ പറയാം ഒന്നും പറ്റില്ല, പഠിച്ചവനെ മാത്രമേ പറ്റൂ. ഭിന്നിപ്പിച്ചു. ആ പദം നമ്മുടെ നേരെ വരട്ടെ. ഇപ്പൊ നല്ല മനുഷ്യനാ. മരിച്ച 1-ാം ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, 2-ാം ദിവസം ഉണ്ടായിരുന്നു, 3-ാം ദിവസം ഒരു 11 മണിയാണ് മുപ്പര് കാണാനില്ല. പിന്നെ മുപ്പരിന്ന് 5 മണിക്കാ. അല്ലല്ലാതെ ഇലാഹുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന മൗലൂദും റാത്തിബും ചെല്ലുന്ന സ്ഥലത്ത് മുപ്പര് ആബ്സെന്റ്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ആരുടെയും പ്രീതിയല്ല, മഹല്ല് കമ്മിറ്റി അംഗീകരിക്കുന്നുള്ളതല്ല, മൂത്താപ്പ് അംഗീകരിക്കുന്നുള്ളതല്ല. എന്റെ റബ്ബുണ്ട്, ആ റബ്ബിനെതിരായി ഇത്. അതുകൊണ്ട് ഇതിന് ഞാനില്ല. 5 മണിക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. മരണ വീടിന്ന് വിട്ടുക്കാൻ പറഞ്ഞിട്ടില്ല, ആ ചടങ്ങിനെ വിട്ടുക്കാൻ പറഞ്ഞു. ഇന്നാ ബുറാഉ മിൻകും. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവായവനാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവായവനാണ്. കഫർനാ ബിക്കും, അതിൽ എനിക്ക് വിശ്വാസമല്ല. ആ വിഷയത്തിൽ ഞാനും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇതായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ നിലപാട്. അപ്പോൾ റബ്ബല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്ന ഒരു ചടങ്ങ് വന്നാൽ, റബ്ബല്ലാത്തവരുമായി ബന്ധപ്പെട്ട ഒരു ജാറത്തിൽ ആ ഒരു കബറ് കെട്ടിപ്പൊക്കി അവിടെ ആഘോഷ സ്ഥലമാക്കി ജനങ്ങൾ ഒന്നാകെ അങ്ങോട്ട് പോകുമ്പോ, അവിടുത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തുമ്പോ അതിപ്പോ മടക്കിയ പ്രശ്നവുലേ? പ്രശ്നാവണ്ട. ആ ചോറുമായി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അഖീദയുള്ള പരിപാടിയുടെ ചോറുമായി വരുന്ന യുവാവിനെ നിങ്ങൾ ആട്ടി അകറ്റരുത്. ഇരിക്കാൻ പറയണം. മോനെ ഇരിക്കി, കുറെ ഓടിച്ചളർന്നു വരുന്നല്ലേ, ഇരിക്ക്. കഴിയെങ്കിൽ വെള്ളം കൊടുക്കണം. വീട്ടിലൊരാൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാ, ഞാനേ മുഹമ്മദ് നബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്, ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ആ ഖബറിന്റെ അടുത്ത് പോകണമെന്ന് എന്റെ വിശ്വാസം. ഖബറിന്റെ അടുത്ത് പോവുകയും ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ വേണം. പക്ഷേ നേർച്ച ഇബാദത്താണ്. അത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പടച്ചോനല്ലാത്തവർക്ക് കൊടുത്തതിന്റെ ഭക്ഷണം. അതുകൊണ്ട് ഇതിരിക്ക് പറ്റൂല. മോന് വിഷമമില്ല? വിഷമമില്ല. ഓ നമ്മൾ തമ്മിൽ തെറ്റുന്നത്. നമ്മള് അവിടുന്ന് ഒരു കേറി പോറത് ഉണ്ട്. വാടാ, ഇരിക്കടാ, വെള്ളം കുടിച്ച മോനെ, വിഷയം പറയണം. ആ വന്നാൽ നാളെ ഈ തൗഹീദിന്റെ കൊടി പിടിക്കാനുള്ളതായിരിക്കും ഒരു വിഷയം മനസ്സിലായാൽ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഹാദത്ത് ഈമാൻ കിട്ടി മരിക്കണമെന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ.